ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് പറയാനുള്ള കോണ്ടന്റ്, അതായത് ഇന്ന് നമുക്ക് ബിഗ് ബോസ് ടോക്ക് തന്നെയാണ്. ഈ മീഡിയയിൽ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള ആള്, അതായത് ഡേ മൈ ലൈഫിൽ സാരിക KB ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. 3 പേർക്കാണ് ബിഗ് ബോസ് തന്റെ ജീവിതകഥ പറയാനുള്ള ചാൻസ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് സാരിക, പിന്നെ 3 പേരാണ് അതിന്റെ ഭാഗ്യശാലികൾ. പിന്നെ സരിക 1, ഒണിയൻ സാബു, രേണുവിന് കൊടുത്തിരുന്നു. അപ്പോ നിവിൻ ഇന്നാണ് അതിന് ഭാഗ്യം കിട്ടിയത്. ഇന്നലെ സാരികയും രേണുവാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഭിലാഷിന്റെയും ഡേ മൈ ലൈഫ് കഥ ഇന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നെവിനും അഭിലാഷിന്റെയും ഒക്കെ കഥ ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കലാഭവൻ സരികയുടെ. മിന്നാന്ന് രേണു, ഓണിയൻ സാബു, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവതാരിക സരിക. ഇങ്ങനെ ഇത്ര പേരാണ് ഇപ്പോ ഡേ മൈ ലൈഫിലെ കഥ പറഞ്ഞിരിക്കുന്നത്. ഓരോരാൾക്കും ഓരോരോ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനിയും കുറച്ചു പേർ, അധികം ഷാനവാസ്, അങ്ങനെ കുറെ ആൾക്കാർ ഇനിയും ഡേ മൈ ലൈഫ്, അവരുടെ വ്യത്യസ്തമായ കഥകളും അവരുടെ ഓർമ്മകളും അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡേ മൈ ലൈഫിന്റെ കാര്യങ്ങൾ. അത് സ്ഥിരമായി നടക്കുന്ന രീതിയിൽ, കഥ പറയുന്ന രീതിയിൽ പോവുക എന്ന് തന്നെയാണ് ആ ഒരു പാറ്റേൺ. പിന്നെ ടാസ്ക് വ്യത്യസ്തമായ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വാച്ച് ചെയ്യണം. ബിഗ് ബോസ് ഇന്ന് കൊടുത്ത ടാസ്കിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് അതും കൂടി നമുക്ക് സംസാരിക്കാം. നമുക്കൊന്ന് കാണാം. മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിലെ 3ാമത്തെ ടാസ്ക് ആയിരുന്ന കലാവിരുന്ന് അവസാനിച്ചു. ആദ്യമായി ഇതിലേക്ക് എത്തിയത് സരിക PGയുടെ ടീമായ അനുമോളും അക്ബറുമായിരുന്നു. കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള ഗാനരംഗവും പിന്നെ ഒരു സ്കിറ്റുമായിരുന്നു. ചില ഗാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട്. ഗായകനായെന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ് അവിടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അക്ബറിനായിട്ടുണ്ട്. രണ്ടാമതായി എത്തിയത് രേണുവിന്റെ ടീമായ ഷാനവാസിന്റെ ഒരു മധുരക്കിനാവിന്റെ പാട്ട്, അതോടൊപ്പം തന്നെ സെപ്റ്റി ടാങ്ക് വിഷയവും സംബന്ധിച്ച ഒരു ചെറിയ സ്കിറ്റ് അവിടെ ചെയ്തു. മൂന്നാമതായി എത്തിയത് അനീഷിന്റെ ടീമാണ്. പെർഫോമൻസ് എത്തിയത് കസ്തൂരി അഴകിൻ ചിങ്കാരി എന്ന ഗാനവും വീട്ടിൽ നിൽക്കാതെ നടക്കുന്ന കാര്യമായിരുന്നു. ഇന്നലെ ഒണിയലിന്റെ ടീം ആഷിക്കിയിലെ ഒരു ഹിന്ദി ഗാനവും ചെറിയ ഒരു സ്കിറ്റുമാണ് അവർ ചെയ്തത്. ഇന്ന് കാണുന്നത് അടുത്തത് റെനയുടെ ടീമാണ് എത്തിയത്. അപ്പാനി ശരത്ത് കാര്യങ്ങളായിരിക്കും. അതുപോലെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അഭിലാഷ് ബിൻസിയുമായിരുന്നു ആ ടീമിൽ. ആഷിക്കി 2വിലെ ഒരു പാട്ടിന് അഭിലാഷ് നൃത്തം വയ്ക്കുകയും ഒരു മാർഗംകളി സോങ് പാടുകയും പറയേണ്ടത് വിധികർത്താക്കളാണ്. ആ സമയത്ത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ഇടുന്നു. മാർഗംകളിയിൽ പാടിയ പാട്ട് ബിഗ് ബോസ് കൊടുത്തില്ലാത്തതിനാൽ ശാരികയുടെ ഈ ടാസ്ക് റദ്ദ് ചെയ്യുന്നു. അതായത് ശാരികയ്ക്ക് ഈ ടാസ്കിൽ പോയിന്റ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെയാണ് അവിടെ പ്രശ്നങ്ങളെല്ലാം. ഈ 6 വിധികർത്താക്കളും വിധി പറയാൻ വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ടീമായിരിക്കും ഫേവറേറ്റ്. പക്ഷേ അവിടെ അതിന്റെ പേരിൽ വലിയ
തർക്കങ്ങൾ അനീഷും ആ കാണാൻ സമയമില്ല. അനീഷിന്റെ ടീം ഞാൻ ഫസ്റ്റ് പുറത്തു പോയത് ഫുൾ ലൈവ് കാണാൻ പറ്റിയില്ല. എന്നാലും ഒണിയിലിന് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പാനി ആ പാട്ടും ഡാൻസും ഒക്കെ ഒരുവിധം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ 6 പ്രകടനങ്ങളിലും എനിക്ക് പേഴ്സണലി ഏറ്റവും മോശമായി തോന്നിയത് ഒണിയിലിന്റെ ടീമായ ജിസയിലും ആര്യനും ചെയ്തതാണ്. അത് നിങ്ങൾ എപ്പിസോഡിൽ വരുമ്പോൾ അനീഷിന്റെ ടീമും അപ്പാനിയുടെ ടീമും ബാക്കിയുള്ള ടീമുകളെല്ലാം ഒരുവിധം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ നിവിന്റെ ടീമാണ് നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അക്ബർ ഖാനും നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഫസ്റ്റ് സെക്കൻഡിന് ഇവർ അർഹരാണ്. ഒരിക്കലും 3ാം സ്ഥാനത്തിന് ഒണിയിലിന്റെ ടീം അർഹനല്ല എന്നാണ് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ ഒടുവിൽ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ സരിക PGയുടെ ടീമാണ് 1ാം സ്ഥാനം, അതായത് അക്ബറും അനുമോളും. 2ാം സ്ഥാനം രേണു സുധിയുടെ ടീം ഷാനവാസ് നെവിൻ. 3ാം സ്ഥാനം ഒണിയിലിന്റെ ടീമിനും 4ാം സ്ഥാനം റെനയുടെ ടീമിന് അപ്പാനി ശരത്തും ബിന്നിയും. 5ാം സ്ഥാനം അനീഷിന്റെ ടീമിന്. 6ാം സ്ഥാനത്ത് വന്ന ശാരികയ്ക്ക് പോയിന്റ് ഒന്നും ലഭിച്ചില്ല. അങ്ങനെ 3 ടാസ്കുകളിലും ഇവർക്ക് ലഭിച്ച ടോട്ടൽ പോയിന്റുകളാണ് ഈ കാണുന്നത്. ഒണിയിൽ, സരിക, രേണു സുധി എന്നിവരെല്ലാം റെനയാണ് 9ൽ ഏറ്റവും അവസാനമുള്ള 2 പേരെന്ന് പറയുന്നത് ശാരികയും അനീഷും. പോകാനുള്ള സാധ്യത കൂടുതൽ ഇവർ 2 പേരുമാണ്. കാരണം ഇനി ഒരു ടാസ്ക് അപ്പോ ഇന്നത്തെ ടാസ്കുകളുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു. വളരെ വൈകിപ്പോയത് കൊണ്ട് നമുക്ക് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. സാരമില്ല, രണ്ടും കൂടി നമുക്ക് പറയാൻ സമയം കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ടാസ്ക് ഒക്കെ വളരെ ഒരു എൻജോയബിൾ ആയിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. വിജയിച്ചതും പരാജയപ്പെട്ടതുമായ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ടാസ്ക് ആകുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. ബിഗ് ബോസിൽ ടാസ്കുകൾ എന്റർടൈൻമെന്റ് ആകുമ്പോഴാണ് അതിന്റെ വലിയൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നത്. നമുക്ക് കണ്ടന്റ് ഉണ്ടാകണമെങ്കിൽ ഒരു ബിഗ് ബോസ് ചെയ്യുമ്പോൾ പാടില്ല എന്നൊന്നും ഇതുവരെ ഏതൊരു യൂട്യൂബറും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് ഒരു കോണ്ടന്റ് തന്നെയാണ്. എല്ലാവർക്കും ബിഗ് ബോസ് എടുത്ത് കോണ്ടന്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? നമുക്ക് റവന്യൂ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു സമയം കണ്ടെത്തി നമുക്ക് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പ്രൊഫഷനാണ്. അപ്പോൾ ബിഗ് ബോസിലെ ഓരോ വീക്കെൻഡിലെ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുക, അത് നമ്മുടെ പ്രേക്ഷകരുടെ അവകാശമാണ്. ബിഗ് ബോസിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് ഈ പ്രേക്ഷകരുമായി ഈ ബിഗ് ബോസുമായി നമുക്ക് താരതമ്യം ചെയ്തൊരു കോണ്ടന്റ് ഉണ്ടാക്കി നമുക്ക് ഉപകാരം വേണ്ടേ? കാണുന്ന പ്രേക്ഷകർക്ക് ഉപകാരം വേണമെങ്കിൽ നമ്മൾ റിവ്യൂ ഇടണം, ജഡ്ജ് ചെയ്യണം. പിന്നെ നമ്മളാരും PR ടീമോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കുന്ന സംഭവമൊന്നുമല്ല. അത് ബിഗ് ബോസ് പറയുന്ന പല കാര്യങ്ങളിലൊന്നും നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. നമ്മളാരും പിആറുകളൊന്നുമല്ല. നമ്മളതായ അന്നത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ്. അന്നേരം കിട്ടുന്ന അന്നത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാകുമ്പോൾ അപ്പുറം ഇപ്പുറം കുശുമ്പും പോക്ക് അസൂയൊക്കെ ഉണ്ടാവും. അത് സാധാരണയാണ്. ആ സാധാരണമായ അസൂയയും കുശുമ്പും മാറിയാൽ തന്നെ ഈ പോളിസിക്കൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ എത്ര കണ്ടന്റുകൾ എന്തൊക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കുറെ യൂട്യൂബേഴ്സ് വന്നു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു രീതി സമൂഹത്ത് വന്ന് പെട്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യുന്നതിലേ ചെയ്യാൻ പറ്റൂ. മറ്റൊരു കണ്ടന്റ് ഇട്ടാൽ നമുക്കത് ഓരോ കോപ്പിറൈറ്റ് ആകുമെന്ന് പറയുന്ന പോലെ നമ്മൾ അവരെ കോപ്പി അടിക്കുന്നത് പോലെ ആയിപ്പോയില്ലേ. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പറ്റുന്നത് നമുക്കിപ്പോൾ ലൈവ് ഫുൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ അവസ്ഥയാണ്. ആ അവസ്ഥ നമ്മൾ ഈ ലൈവ് കാണും. ഈ ലൈവ് ഫുൾ കണ്ടിട്ട് നമ്മൾ വേറൊരു അഭിപ്രായം അതിലും പറയും. നമുക്കിപ്പോൾ വീക്കെൻഡ് കണ്ടന്റിൽ മൊത്തം പറയണ്ടാവുക. പണ്ടൊന്നും ഞാൻ അങ്ങനെ ഫുള്ളായിട്ടൊന്നും തന്നെ ഇടല്ല. അവരൊരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇടാറ്. ഇപ്രാവശ്യം കൂടുതലെങ്കിലും കണ്ട് ഒരു അഭിപ്രായം പറയുന്നു, റിയാക്ഷൻ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഓരോ കോണ്ടന്റിനും ഓരോ വാല്യൂ കൊടുക്കുന്ന മലയാളികളാണ് നമ്മളും. അപ്പൊ ആ കോണ്ടന്റിന് ഒരു ഫ്രീഡം കൊടുക്കണം. ഇല്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടുകൾ ഒരുപാട് ഉണ്ടാക്കിയാൽ പിന്നെ യൂട്യൂബ് പൂട്ടിപ്പോകുന്നല്ലാതെ യൂട്യൂബ് ഒരാളും ഉപയോഗിക്കുകയും ചെയ്യില്ല. പിന്നെ യൂട്യൂബിന് ഒരു ഉപകാരമില്ല. അൽഗോരിതമൊക്കെ തന്നെ നല്ലതാണ്. അൽഗോരിതം കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല എങ്കിൽ പിന്നെ യൂട്യൂബിൽ ആരെങ്കിലും സെർച്ച് ചെയ്യും, യൂട്യൂബ് പരമായ കാര്യങ്ങൾ സംസാരിക്കൂ? ഇല്ല. അപ്പൊ അതിന് നിങ്ങൾ വഴിയൊരുക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ബിഗ് ബോസ് ഒരു കോണ്ടന്റ് തന്നെയാണ്. ബിഗ് ബോസ് കണ്ടന്റ് ചെയ്യാൻ പാടുന്ന അതിൽ കണ്ടന്റ് എന്ന് പറയുന്ന വാക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളും ഇടുന്നത്. അപ്പോ
ബിഗ് ബോസിന് അല്ല, യൂട്യൂബിനെതിരായ കാര്യങ്ങളും നമ്മൾ ഇടില്ല. യൂട്യൂബും നമുക്കൊരു പ്രൊഫഷൻ മേഖല തന്നെയാണ്. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം നമ്മൾ അനുവദിച്ചേ പറ്റൂ. കാരണം നമ്മളുടെ അവകാശം നമ്മളെ ഓണർ ആ അവകാശം നിഷേധിക്കുന്നത് പോലെയാണ്. ഓണേഴ്സ് എന്ന് പറയുന്നതാണ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ഓണേഴ്സിനെ നമ്മളതായ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു കോണ്ടന്റ് ഇടാൻ കഴിയില്ല. നമുക്ക് എന്നും ഫുഡും ട്രാവലിംഗും ചെയ്യാൻ നമ്മുടെ കയ്യിൽ എക്സ്പെൻസ് വേണം. മണി പവർ നമ്മുടെ കയ്യിൽ. മോണിറ്ററേഷൻ ആകാത്തവർക്കൊന്നും അത് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളതായ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ ചിലപ്പോ ചില കാര്യങ്ങൾ എടുത്തുന്നിരിക്കും. അത് നമ്മുടെ ഗതികെട്ട അവസ്ഥയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ആ സമയത്ത് പണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോ കോണ്ടന്റും നമ്മൾ എടുത്തിടേണ്ടി വരും. നമ്മുടെ അവസ്ഥയാണത്. ആ അവസ്ഥയെ ഒരിക്കലും ഒരാളും ഉപദേശം കൊണ്ട് നേടിയെടുക്കുന്നത് ആവരുത്. അങ്ങനെയുള്ള ചില യൂട്യൂബേഴ്സുകളുണ്ട്. ഓൺലൈൻ മീഡിയ മറ്റേ മീഡിയ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ രാജ്യം. ആ ഒരു സംഭവം മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു പരിപാടി നമ്മുടെ കേരളത്തിൽ അനുവദിക്കരുത്. കാരണം എല്ലാവർക്കും എല്ലാ ജോലികളും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മളെ ഗാന്ധിജി എന്ന് പറയുന്ന ഒരാൾ തന്നിട്ടുണ്ട് എന്നതാണ് എന്റെ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കി നമുക്ക് യൂട്യൂബിൽ ബിഗ് ബോസ് ചെയ്യാനുള്ള ഒരു അനുവാദം നമുക്ക് നൽകണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു വലിയൊരു പ്രോഗ്രാം, ഒരു വലിയ ഷോ ഒക്കെ ആയതുകൊണ്ട് അതിന്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയുന്നതുകൊണ്ട് അതിൽ ചെയ്യുന്ന മത്സരാർത്ഥികൾ കാണിച്ചു കൂട്ടുന്നതൊന്നും നമ്മളെ അല്ല ബാധിക്കേണ്ടത്. അത് അവരെയാണ് ബാധിക്കുക. നമ്മളല്ല അതിന് ഉത്തരവാദി. അവർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നത്, അത് അവർ നമുക്ക് കണ്ടന്റായി ഇട്ട് തരുന്നതാണ്. ആ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ, ആ ഉപയോഗം നമുക്ക് ഉപകാരമുണ്ടെങ്കിൽ, ഇതുപോലുള്ള എത്ര വീഡിയോകൾ നമുക്ക് അത് നല്ലതാണ്. ഒന്നെങ്കിൽ അതെങ്കിലും ഒരു മനുഷ്യന് ഉപകാരപ്പെടും എന്ന് ചിന്തിക്കാൻ ഈ കാലത്ത് വരുന്ന മനുഷ്യർക്കെങ്കിലും ചിന്തകൾ അങ്ങനെ കൊടുക്കണം. പഴയ ഓൾഡ് ജനറേഷന്മാർക്ക് തലക്ക് വിവരമില്ലാത്ത പല രീതിയിൽ സംസാരിക്കാറുണ്ട്. അത് നമ്മൾക്ക് പറ്റില്ല. ഈ 21ാം നൂറ്റാണ്ടിൽ വന്ന് പല കഥകളും പാരമ്പര്യ കഥകളൊക്കെ പറയാം. പക്ഷെ യൂട്യൂബ് അൽഗോരിതം പോളിസി മാറുന്നു എന്ന് പറഞ്ഞാലും യൂട്യൂബ് തന്നെയല്ലേ. അങ്ങനെ പല പോളിസികളും സർക്കാർ വരെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ എല്ലാം അനുസരിക്കണമെന്നുണ്ടോ? കാരണം ഇതെല്ലാം ജനങ്ങളുടെ കൈകളിലാണ് കിട്ടേണ്ടത്. ഇതെല്ലാം ഒരു നിയമം മാത്രം, ഒരു റൂൾസ്. ആ റൂൾസ് പോലെ നമുക്ക് ഫോളോ ചെയ്യാന്നല്ലാതെ അത് നിലപാടില്ലായ്മയല്ലല്ലോ. നമുക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഇപ്പോ ബിഗ് ബോസിന്റെ കാര്യത്തിലായാലും ഏത് ന്യൂസിന്റെ കാര്യത്തിലായാലും മിണ്ടാതിരുന്ന ഒരു വേറെന്തോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇപ്പോ ഒരു യൂട്യൂബിന്റെ അൽഗോരിതത്തിന്റെ കാര്യം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരല്ലല്ലോ. പല കാര്യങ്ങൾ സംസാരിക്കുന്നില്ലേ. അപ്പൊ ആ സംസാരങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലല്ലോ അവർ ചെയ്യുന്നത്. വ്യത്യസ്തമായ കണ്ടന്റ് ആണ്. അപ്പോ നമുക്ക് സൈൻ ചെയ്ത് സിഗ്നേച്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഉള്ള വീഡിയോസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസിന് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമുക്ക് മറ്റുള്ളവർ പറയുന്ന പോലെ ഒന്നും നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് എങ്ങനെ റീച്ച് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചിലപ്പോൾ റീച്ച് കുറഞ്ഞു പോവാം, കൂടി പോവാം. അത് വേറെ നമ്മുടെ വീഡിയോന്റെ നമ്മൾ ഇട്ടിരിക്കുന്ന സമയത്തിന്റെ പ്രശ്നമായിരിക്കും. അതൊക്കെ ഒരു കോപ്പിറൈറ്റിന് ഇഷ്യൂ ആക്കിയും സ്ട്രൈക്കും തന്ന് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക. കമന്റ് ഇടുമ്പോൾ അത്യാവശ്യം നോക്കുന്ന വ്യക്തികൾ ഒന്ന് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോവാം. പക്ഷെ അതിനെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യും. അത് തെറ്റായ രീതിയാണ് എന്ന് നിങ്ങൾ ഒന്നും കൂടി പറയുക. ഇപ്പൊ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇനിയും പറയാനുള്ളത്. ഇനിയും നമുക്കത് നമ്മുടെ ചോറാണ്. അപ്പൊ അത് നമുക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമുക്കൊരു മോണിറ്ററേഷൻ ഓണായി പോയാലോ എന്ന് ചിന്തിക്കാത്തവരുണ്ട്. നമുക്ക് മോണിറ്ററേഷൻ ഓൺ ആകാനും പൈസ കിട്ടാനും എല്ലാവരും ഈ പൈസ മണി ഈസ് ഇമ്പോർട്ടന്റ്. മണി ഇല്ലാതെ നമുക്ക് കഴിയില്ല. അപ്പൊ പണത്തിന് വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ചില കാര്യങ്ങൾ. റീച്ചും വേണം, പിന്നെ പബ്ലിസിറ്റി, നമുക്കൊരു കോണ്ടന്റ് ക്രിയേഷൻസ് പേരും വേണം. നമുക്കിതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഈ ലോകത്തുണ്ടാക്കണം. ഇവിടെ സാധാരണക്കാർക്കും ജീവിച്ചു പോകണം.
അല്ലാതെ അവരെ അടിമത്തത്തിലേക്ക് ഉടമയും അടിമയും എന്നുള്ള ഒരു പഴയ രീതി മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിച്ചേ പറ്റൂ. നമുക്ക് ആ നിലപാട് കൊണ്ട് ഒരിക്കലും യോജിപ്പില്ല. അതുകൊണ്ട് ഉടമകളാണ്, തൊഴിലാളികൾ തന്നെയാണ്. ഇത് രണ്ടും ഡിഫറെന്റ് മേഖലകളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവർ തമ്മിലുള്ള താരതമ്യം മാറ്റാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ മാറണം. മനുഷ്യൻ മാത്രം മാറിയാലേ ഇവിടെ എന്ത് സംഭവിക്കും. മനുഷ്യനാണ് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക. മറ്റ് ദൈവങ്ങളെയും പവറിനെയും എനർജിയെയും ദൈവത്തെയും വിളിക്കുന്നുണ്ട് മനുഷ്യർ. പക്ഷെ ഇവരെക്കാളും വലിയ അറിവ് വേണ്ടത് ഈ പറയുന്ന മനുഷ്യരാണ്. മനുഷ്യർ ചിന്തിക്കില്ല എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടെ നടക്കേണ്ടത്, എന്താണ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതൊന്നും അറിയാതെ ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ സംസാരിക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കാണുന്നു. അവരെ പോലെ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ കണ്ടന്റും ക്രിയേഷൻസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ വ്ളോഗും ചെയ്യേണ്ട അവസ്ഥ. നമ്മൾ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ദീർഘമായി സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഉണ്ടാക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ബൈ ഫോർ ഇങ്ങനെയുള്ള